നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടും കയ്യിൽ പണം നിലനിൽക്കുന്നില്ലേ? പേഴ്സ് എപ്പോഴും ശൂന്യമായി കടക്കുകയാണോ? എങ്കിൽ പ്രശ്നം നിങ്ങളുടെ ഭാഗ്യക്കേടല്ല, നിങ്ങൾ എന്നും കൂടെ കൂട്ടുന്ന പേഴ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചില ചെറിയ തെറ്റുകളാകാം. നമ്മൾ ഒരൊറ്റ ദിവസം പോലും കൈവിടാതെ കൂടെ കൂട്ടുന്ന ഒന്നാണ് നമ്മുടെ പേഴ്സ്. കേവലം പണം സൂക്ഷിക്കാനുള്ള ഒരു വസ്തു എന്നതിനപ്പുറം നമ്മുടെ അധ്വാനത്തിന്റെ, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന്റെ ഒരു പ്രതീകം കൂടിയാണത്. ജ്യോതിഷപരമായും വാസ്തുശാസ്ത്രപരമായും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പേഴ്സിലേക്ക് ഐശ്വര്യവും ധനവരവും ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനായി നമ്മുടെ പേഴ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതും എന്നാൽ തീർച്ചയായും സൂക്ഷിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പേഴ്സിലുള്ള നെഗറ്റീവ് എനർജിയെ നമുക്ക് പുറന്തള്ളാം. അതിനായി ഈ 4 കാര്യങ്ങൾ പേഴ്സിലുണ്ടെങ്കിൽ അവ ഉടൻ തന്നെ എടുത്തുമാറ്റുക. 1. ലഹരി വസ്തുക്കൾ. ലഹരിയുമായി ബന്ധപ്പെട്ട യാതൊരു വസ്തുക്കളും പേഴ്സിൽ വെക്കരുത്. ഇത് പേഴ്സിലെ പോസിറ്റീവ് എനർജിയെ പൂർണ്ണമായും നശിപ്പിക്കുകയും ദാരിദ്ര്യത്തിന് കാരണമാവുകയും ചെയ്യും. 2. മരുന്നുകളും കുറിപ്പടികളും. പലരുടെയും ശീലമാണ് പഴയ മരുന്നു ചീട്ടുകളും ഗുളികകളും പേഴ്സിൽ സൂക്ഷിക്കുന്നത്. രോഗാവസ്ഥയെയും നെഗറ്റിവിറ്റിയെയും ഓർമ്മിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ലക്ഷ്മി ദേവി വസിക്കേണ്ട ഇടത്തുനിന്ന് ദൂരെ മാറ്റുക. 3. അന്തരിച്ചവരുടെ ചിത്രങ്ങൾ. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരോടുള്ള ആദരവും സ്നേഹവും എപ്പോഴും നമ്മുടെ മനസ്സിലും പൂജാമുറിയിലുമാണ് ഉണ്ടാകേണ്ടത്. മരിച്ചവരുടെ ചിത്രങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് വാസ്തുപ്രകാരം ഉചിതമല്ല. 4. പഴയ ലോട്ടറി ടിക്കറ്റുകൾ. സമ്മാനം അടിക്കാത്തതോ അല്ലെങ്കിൽ പഴകിയതോ ആയ ലോട്ടറി ടിക്കറ്റുകളും കടലാസു കഷണങ്ങളും പേഴ്സിൽ കിടക്കുന്നത് ഭാഗ്യക്കേടാണ്. ഇത് പേഴ്സിലേക്ക് നെഗറ്റിവിറ്റി മാത്രമേ കൊണ്ടുവരൂ. ഇനി പേഴ്സിൽ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ. ഇനി നമ്മുടെ പേഴ്സിലേക്ക് പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും നിറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധനവരവിന് വഴി തുറക്കും. പ്രകൃതിദത്തമായ പോസിറ്റീവ് ഊർജം ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് കറുവാപ്പട്ട. ഒരു ചെറിയ കഷണം കറുവാപ്പട്ട പേഴ്സിൽ സൂക്ഷിക്കുന്നത് പണത്തെ ആകർഷിക്കാൻ ഏറെ സഹായിക്കും. 2. കറുവാപ്പട്ടയോടൊപ്പം തന്നെ ഒരു ചെറിയ കഷണം ഉണങ്ങിയ മഞ്ഞൾ കൂടി പേഴ്സിൽ വെക്കുന്നത് ഇരട്ടി ഐശ്വര്യപ്രദമാണ്. മഞ്ഞൾ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. 3. പേഴ്സിനുള്ളിൽ ചെറിയൊരു ചുവന്ന നൂൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഭക്തിയോടെ കെട്ടിവെക്കുകയോ ചെയ്യുന്നത് ലക്ഷ്മി കടാക്ഷം എപ്പോഴും കൂടെയുണ്ടാകാൻ സഹായിക്കും. ഓർക്കുക, ബാഹ്യമായ മാറ്റങ്ങൾക്കൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ പേഴ്സ് എപ്പോഴും അനാവശ്യ കടലാസുകൾ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കുക. കാരണം എവിടെയാണോ ശുദ്ധിയുള്ളത് അവിടെ മാത്രമായിരിക്കും മഹാലക്ഷ്മിയുടെ നിത്യ സാന്നിധ്യം ഉണ്ടാകുക. നിങ്ങളുടെ പേഴ്സിൽ ഇതിൽ ഏതു സാധനമാണോ ഉള്ളത് എന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവെക്കൂ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.